നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് മലയാള സിനിമയിൽ നടിമാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊന്നും ഞാൻ മലയാള സിനിമയിലെ പവർ ഹൗസുകളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായില്ല. അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്രയും പവറുള്ള ആളുകൾ ആരെങ്കിലും ഒന്ന് പുറത്തു വരട്ടെ, അതിനുശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. ഭാഗ്യവശാൽ ഇന്നലെ സുചിത്ര ഒരു വീഡിയോ ചെയ്യേണ്ടായി. അത് കണ്ടപ്പോൾ എനിക്ക് ഏതാണ്ട് ആരായിരിക്കും മലയാള സിനിമയിലെ ആ പവർ ഹൗസുകളെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു അലിഗേഷൻ അവരുടെ സഹപ്രവർത്തകരെല്ലാം ചില പാർട്ടികളിൽ പങ്കെടുക്കേണ്ടായിരുന്നെന്നും ആ പാർട്ടിയിൽ രാസലഹരി വരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെന്നും അവർ പറയുണ്ടായി. അങ്ങനെ പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഒരു എന്താ പറയുക, നേരത്തെ സെക്ഷൽ ഹരാസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീഡിയകളെല്ലാം അത് പൊക്കിപ്പിടിച്ച് നടക്കേണ്ടായി. പക്ഷേ ഈ അലിഗേഷൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ 10 മടങ്ങ് പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിനെക്കുറിച്ച് ഒരു വലിയ മീഡിയകളിലും ഒന്നും തന്നെ കണ്ടില്ല. വിഷ്വൽ മീഡിയയിൽ കണ്ടില്ല, സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല, നമ്മുടെ പത്രങ്ങളിലൊന്നും തന്നെ കണ്ടില്ല. ഓർത്തു നോക്കൂ, മാതൃഭൂമി അങ്ങനെ ഒരു മെസ്സേജ് അവരുടെ ഓൺലൈൻ പത്രത്തിലിട്ടതിന് ശേഷം അത് നീക്കി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പവറുള്ള വ്യക്തികളെക്കുറിച്ചായിരുന്നു അവിടെ മെൻഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ മാതൃഭൂമിയിലിട്ട ഒരു ന്യൂസ് അവിടുന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ശക്തി ഉള്ളവരാണ് ഈ മയക്കുമരുന്ന് മാഫിയയിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അവരോധിച്ച വ്യക്തികൾക്ക് അത്രത്തോളം പവറില്ലെങ്കിലും മയക്കുമരുന്ന് മാഫിയ അവരുടെ ഒരു ചെറിയ ഇടത്തിൽ പോലും അവരെ പറ്റി എന്തെങ്കിലും ഒരു മെൻഷൻ വരണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് ഇമ്മീഡിയറ്റായിട്ട് റിമൂവ് ചെയ്യപ്പെട്ടത്. ഇപ്പം ഞാൻ 2 ദിവസം മുമ്പ് ഒരു ന്യൂസ് കാണുകയുണ്ടായി. അതിൽ എന്നെപ്പോലെ ശിരസുള്ള ഒരാൾ 24 ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് ആഷിഖ് അബുവിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇദ്ദേഹം ഇന്നലെ ഇങ്ങനെ ഒരു മെസ്സേജ് അവരെ പറ്റി ഉള്ള ഒരു മെസ്സേജ് വന്നേ പിന്നെ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിച്ചില്ല? വേറെ എത്ര മീഡിയകളിൽ അവരാരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറില്ല, അവർ സംസാരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള സിനിമയെ നയിക്കുന്ന ആ പവർ ചില ഇൻഡിവിജ്വലുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് ലഹരി കള്ളക്കടത്ത് നടത്തുന്നവരും ലഹരി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരും അങ്ങനെ കള്ളക്കടത്ത് നടത്തുന്നവരുമൊക്കെ ഉണ്ട്. അവരുടെ പിന്നിലാണ്. അതിനെപ്പറ്റി പല നടന്മാരും മലയാള സിനിമയിലുള്ള ലഹരി ഉപയോഗത്തെപ്പറ്റിയും ചില നടന്മാർ അതിന് എത്രത്തോളം അഡിക്റ്റാണെന്നും ഇതുപോലെയുള്ള പാർട്ടികൾ എത്രത്തോളം നടക്കുന്നുണ്ട് എന്നും വെളിപ്പെടുത്തിയിട്ടും ഒരു അന്വേഷണം പോലും അതിൻ്റെ പുറകെ നടന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ വമ്പന്മാരാണ് ഇതിന് പുറകിലുള്ളത്. അതുകൊണ്ടാണ് റിമ കല്ലിങ്കലിനെ പറ്റിയും ആഷിഖ് അബുവിനെ പറ്റിയും ഇനി അതെല്ലാം മറ്റാരെല്ലാം ഉണ്ടോ അവരെ പറ്റിയൊന്നും ഒരു ഡിസ്കഷനും ഒരു മീഡിയയിലും നടക്കില്ല. കാരണം അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവരെല്ലാം മീഡിയകളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. കുറച്ച് ഓൺലൈൻ ചാനലുകൾ മാത്രമാണ് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും നടന്മാർ സംസാരിക്കുന്നുണ്ടോ? അവരാരും സംസാരിക്കുന്നില്ല. കാരണം അവരുടെ എല്ലാവരുടെയും നിലനിൽപ്പ് അല്ലെങ്കിൽ അവരെല്ലാവരെയും ഈ മാഫിയ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്നുകൂടെ പുറകോട്ട് പോകാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പീഡനങ്ങളെക്കുറിച്ച് സ്ത്രീകൾ വന്ന് പറയുകയുണ്ടായി. അവരെ നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു തുടക്കം കൊണ്ടുവരാൻ കാരണമായത് അങ്ങനെയുള്ള കുറച്ച് സ്ത്രീകളുടെ എന്താ പറയുക ധൈര്യം ഉള്ള നിലപാട് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് പുറത്തു വരികയും ഇത് മറ്റുള്ള സിനിമകളിൽ, തമിഴ് സിനിമകളിലും എല്ലായിടത്തും അവർക്കും ഒരു കമ്മിറ്റി വേണം എന്ന് അവർ പറയാൻ തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അത് വളരെ നന്നായി. അവർ
ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു ഇൻഡിവിജ്വലിന് അതുകൊണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഈ അലിഗേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മയക്കുമരുന്ന്, രാസമയക്കുമരുന്ന്, കഞ്ചാവ് ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തിയല്ല അവിടെ നശിക്കപ്പെടുന്നത്. ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കുടുംബം, ആ സമൂഹം, കൂട്ടുകാർ, ആ സമൂഹം, ഇതിനെ എല്ലാത്തിനെയും നശിപ്പിക്കാൻ ശക്തിയുള്ള ഒന്നാണ് ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിനേക്കാളും 10 മടങ്ങ് ശക്തിയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ലഹരിക്ക് അടിമപ്പെട്ടുന്നവരെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, യുവാക്കളിലാണ് ഇങ്ങനെയുള്ള മദ്യം അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗം ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ സുചിത്ര പറഞ്ഞതുപോലെ ഏതോ പാർട്ടികളൊക്കെ നടക്കുന്നു, അവിടെ ഒരുപാട് യുവാക്കളും യുവതികളും വന്നു ചേരുന്നു. അവരൊന്നും യഥാർത്ഥത്തിൽ ആ സിനിമയുടെ സെറ്റിൽ ഉള്ളവരല്ല, അവർ സിനിമയുടെ ഷൂട്ടുകളിലൊന്നും ഇല്ലാത്തവർ ആണ് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. കാരണം എന്തെന്നാൽ അവിടെ ഒരു റെയ്ഡും കാര്യങ്ങളൊന്നും നടക്കില്ല, ആളുകൾക്ക് ഈസി ആയിട്ട് ലഹരി ആക്സസ് ചെയ്യാം എന്ന് മറ്റു പലരും പറയുകയുണ്ടായി. റൈറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് നമ്മുടെ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ജുഡീഷ്യറി ഇതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ഗവൺമെൻറ് ഇതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. പക്ഷേ പല ആളുകൾക്കും ഈ പറഞ്ഞ സ്ഥലത്ത് പോലും ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഗവൺമെൻറ്റിൻ്റെ പല ആളുകളും പലതരത്തിലുള്ള മയക്കുമരുന്നിൻ്റെ എന്താ പറയുക മിഡിൽമാനായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് ഗവൺമെൻറ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല, അതിൽ പല പല ലെവലുകളിലുള്ള ആളുകളുണ്ട്. അവർ ഇതിൽ എന്താ പലതരത്തിലുള്ള മയക്കുമരുന്ന്, ചെറിയ പാൻപരാഗ് മുതൽ വലിയ വലിയ ലഹരി വസ്തുക്കൾ, MDMA വരെയുള്ള ലഹരി വസ്തുക്കൾ, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ലഹരി വസ്തുക്കളുടെ മിഡിൽമാനായിട്ടെല്ലാം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. വെറും പീഡനമല്ല, ലഹരി മരുന്ന് വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സമൂഹത്തെ തകർക്കാൻ തന്നെ ശക്തിയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു മാഫിയ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ എല്ലാ നടന്മാരും എല്ലാ നടികളും, അതായത് സാമൂഹ്യ പ്രബുദ്ധത ഉള്ള ആളുകളെല്ലാം തന്നെ അതിനെതിരെ നീങ്ങേണ്ട അത്യാവശ്യമാണ്. എന്തുകൊണ്ട് ഒരു നടനോ നടിയോ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല? മയക്കുമരുന്നിൻ്റെ ഉപയോഗം മലയാള സിനിമയിലുണ്ടെന്നും വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട് പറയുന്നില്ല? അവർ പറയേണ്ടതാണ്, ഇതിനെ തടയേണ്ടതാണ്. ഇങ്ങനെ ഒരു കാര്യങ്ങൾ ആരുടെയെങ്കിലും കണ്ണിൽ പെടുകയാണെങ്കിൽ ഉടനെ അതിനെ പോലീസിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. നമ്മുടെ യുവത്വം, നമ്മുടെ സമൂഹം നശിക്കുന്നതിന് നമ്മൾക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു, അതിൽ ഉടനെ തന്നെ തീർപ്പ് കൽപ്പിക്കണം. അതുപോലെ തന്നെ അതിനേക്കാളും വേഗം നമ്മൾ ഈ ടോപ്പിക്ക് എടുത്ത് ലഹരി എങ്ങനെ നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് വിമുക്തമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അത്യാവശ്യമാണ്. അതിന് കൂട്ടു നിൽക്കുന്ന നിർമ്മാതാക്കളാണെങ്കിലും സംവിധായകന്മാരാണെങ്കിലും നടന്മാരാണെങ്കിലും നടികളാണെങ്കിലും അവർ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിൽക്കുന്നവരാണെങ്കിലും താഴെ നിൽക്കുന്നവരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു കാര്യം, ചില ആളുകളെല്ലാം കഞ്ചാവ് അതേപോലത്തെ കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്ത് സിനിമ എടുക്കുന്നു. നമ്മൾ പറയുന്ന നമ്മൾ സിനിമ എന്ന കലയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഇമ്പാക്റ്റുള്ള ഒന്നാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജാണ് നമ്മുടെ ആസ്വാദകർക്ക് കൊടുക്കേണ്ടത്. കാരണം അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഒന്നാണ്. അവിടെ നമ്മൾ കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്ത് ഒരു സിനിമ എടുക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവരും തങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പേര് OPM എന്നിടുമ്പോൾ അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് സിനിമയിൽ നിന്ന് തന്നെ പുറത്താക്കണം.
അതിനു വേണ്ടിയിട്ടാണ് സിനിമയിലെ സംഘടനകളെല്ലാം പ്രവർത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മളുടെ ഇന്ത്യയെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചാബ് റീജിയനെ മയക്കുമരുന്നിന് അടിമപ്പെടുത്താനായിട്ട് പാകിസ്ഥാൻ ഏതെല്ലാം തരത്തിൽ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരുപാട് സിനിമകൾ, ഉടുത്ത പഞ്ചാബ് സിനിമയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ടും രസകരമായിട്ടും അത് ചിത്രീകരിച്ചിട്ടുണ്ട്. കഞ്ചാവ് എങ്ങനെയാണ് പഞ്ചാബിലെ യുവത്വത്തെ നശിപ്പിച്ചതെന്നും അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടാകാതിരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മുടെ യുവാക്കളിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയുള്ളത്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ശക്തിയുള്ളത്, നമ്മുടെ സമൂഹത്തിൻ്റെ ശക്തിയുള്ളത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടി ആരും ഈ മയക്കുമരുന്നും കാര്യങ്ങളുടെയും പുറകെ പോകരുതെന്നും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള നിർമ്മാതാക്കൾ, കഴിവുള്ള നടന്മാർ, കഴിവുള്ള നടിമാരൊന്നും ഇറങ്ങിത്തിരിക്കരുതെന്നും ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഈ കേസ് ആണ് ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത്. ഒരു സമൂഹത്തിന് ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ളതാണ് ലഹരി. അപ്പോൾ ലഹരി മാഫിയയെ തൂത്തെറിയേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.